എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പ്രോട്ടീൻ. ഇന്ന് എല്ലാവരും സ്ഥിരം പറയുന്ന ഒരു വാക്കാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ പ്രോട്ടീൻ എടുക്കണം. ജിമ്മിൽ പോകുന്ന കുട്ടികൾ, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ, വെയിറ്റ് ലോസിന് നോക്കുമ്പോൾ എല്ലാവരും പ്രോട്ടീനാണ് സംസാരിക്കുന്നത്. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന് പറയുന്ന വാക്ക് റെഫർ ചെയ്യുന്നത് തന്നെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓർ ടു ടേക്ക് ദ ഫസ്റ്റ് പ്ലേസ്. ഇത് കുറേ അധികം ഡ്യൂട്ടീസ് പ്രോട്ടീൻ്റെ ബോഡിയിലുണ്ട്. കുറേ അധികം ജോലി നമ്മുടെ ഓരോ കോശങ്ങളിലും ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി സ്ട്രക്ചറിന്, അതിന്റെ ബിൽഡിംഗ് ഓഫ് ദ ബോഡി, റിപ്പയർ, റെഗുലേഷൻ ഓഫ് ബോഡി ടിഷ്യൂസ്, ഓർഗാൻസ്, എല്ലാത്തിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ. പ്രോട്ടീനെ ഒരു യുണീക്ക് ആക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാക്രോ ന്യൂട്രിയൻസ് എടുത്താലും അതിനകത്ത് പ്രോട്ടീനിൽ മാത്രമാണ് നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ ഇസ് ഓൾസോ ദ സോഴ്സ് ഓഫ് നൈട്രജൻ ഇൻ അവർ ബോഡി. പ്രോട്ടീൻ എങ്ങനെ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% പ്രോട്ടീൻ മസിലാണ്, 20% ബോണിലും 10% സ്കിന്നിൽ, ബാലൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതർ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ്. പ്രോട്ടീനെ നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ബോഡി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്സ് തമ്മിൽ എന്താ ബന്ധം നോക്കാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കഥ പോലെ പറയാം. നമ്മളൊരു മാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? മാല നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ അധികം മുത്തുകൾ കോർത്താണ് നമ്മളൊരു മാല ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു മാല എന്ന് പറയുന്ന പ്രോട്ടീൻ ആണെങ്കിൽ അതിലെ ഓരോ മുത്തും അമിനോ ആസിഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണുള്ളത്. അതിൽ 11 നോൺ എസെൻഷ്യൽ ആണ്, അതായത് നമ്മുടെ ശരീരം ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. 9 എസെൻഷ്യൽ ആണ്, ദാറ്റ് മീൻസ് ബോഡിയിൽ അതില്ല, അത് പുറത്തുനിന്ന് എടുത്തേ പറ്റും. അപ്പോൾ നമ്മൾ ഈ 20 അമിനോ ആസിഡ്സും 20 കളറായിട്ട് സങ്കല്പിച്ച് നോക്കും. അപ്പോൾ ഓരോ കളേഴ്സുകൾ കൂടുന്ന ഓരോ ഫോർമേഷനും ഓരോ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് മാറുകയാണ്. ഇനി പ്രോട്ടീൻ എന്താ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് അതൊരു കഥ പോലെ മനസ്സിലാക്കിയാലോ. ഇമാജിൻ യുവർ ബോഡി ആസ് എ കമ്പനി. ശരീരം ഒരു കമ്പനി ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. കുറേ അധികം ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ വർക്ക് ചെയ്യാനുണ്ട്, കുറേ അധികം വർക്കേഴ്സും അവിടെയുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മസിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ഒരു ഡിപ്പാർട്ട്മെന്റ്, ബ്രെയിൻ ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്കിൻ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹോർമോൺസ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ട്. ആ ടീമിന്റെ പേരാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ എന്താണെന്ന് മനസ്സിലായി, അമിനോ ആസിഡ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഒരു മാലയിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നു. ഇനി ആ മാലയിൽ ഒന്നിലധികം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നു. എഗ്, മീറ്റ്, ഫിഷ്, ചിക്കൻ, തോഫു, പനീർ എല്ലാം അനിമൽ ബേസ്ഡ് പ്രോഡക്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതിനകത്ത് ഉണ്ടാവും. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ആണ്. അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ റൈസ്, വീറ്റ്, ദാൽ, രാജ്മ, മൂങ്, ഇതിനകത്ത് എല്ലാത്തിലും അമിനോ ആസിഡ്സ് ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല, ഏതെങ്കിലും 1-2 മിസ്സിംഗ് ആയിരിക്കും. പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. എങ്ങനെ? നമ്മൾ കമ്പൈൻ ചെയ്യാം. ഇപ്പൊ ദാലിനകത്തോ പൾസസിനകത്ത് ഇല്ലാത്ത അമിനോ ആസിഡ്സ് പലതും റൈസും വീറ്റിലും ഉണ്ട്. റൈസും വീറ്റിലും ഇല്ലാത്ത അമിനോ ആസിഡ്സ് പലതും പൾസസിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ രീതി തന്നെ ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡ് വന്നത്. റൈസ് ആൻഡ് ദാൽ, ഇഡ്ഡലി ആൻഡ് സാമ്പാർ, ചപ്പാത്തി ആൻഡ് രാജ്മ കറി. അപ്പോൾ ഒരു കാറ്റഗറി ഫുഡിനകത്ത് ഇല്ലാത്തതിനെ മറ്റേ കാറ്റഗറി ഫുഡിൽ ഉള്ളതും വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് വരും. അങ്ങനെ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ ആക്കി നമുക്ക് മാറ്റാവുന്നതാണ്. Stay tuned for my next video, the functions of protein. If you find it informative, just give a thumbs up and share with your friends. Thank you.